ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ നേരം വെളുത്തൊരു 6 മണിയായിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറയണേ. മിക്കവാറും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഗുഡ് ഈവനിങ് ആയിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മാമയുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെൻസർ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. ഇവിടെ നമ്മൾ നീഡിൽ സ്ട്രിപ്സ് ഗ്ലൂക്കോമീറ്റർ ഒന്നും വെച്ചിട്ടല്ല ചെക്ക് ചെയ്യണേ. ഇവിടെ ഇതുപോലൊരു സെൻസറാണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സെൻസർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബോക്സിനകത്ത് ഇതുപോലെ നമുക്ക് 2 ഡിവൈസാണ് ഉണ്ടാകുക. ഒന്നിൽ സെൻസറും ഒന്നിൽ നീഡിലും. ഇത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നവരെ നാട്ടിൽ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നാട്ടിൽ ഇതാണോ യൂസ് ചെയ്യണത് എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ നീഡിൽ സെൻസറിലേക്ക് നമ്മളിതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേറെ എളുപ്പമാണ്. ഇതൊരു ലോക്ക് മാതിരി വർക്ക് ചെയ്തോളും. ആ ഒരു ലോക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറിലേക്ക് നീഡിൽ കറക്റ്റായിട്ട് വന്ന് ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അപ്പർ ആമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു എവിടെയാണോ നമ്മൾ സെൻസർ വെക്കാൻ പോണേ അവിടെ നമ്മളൊരു ആൽക്കഹോൾ സ്വാബ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വെച്ച സെൻസർ ലെഫ്റ്റ് ഹാൻഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പം റൈറ്റ് ഹാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ്സ് എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ 2 ആഴ്ച കൂടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആ ഒരു എന്താ പറയുക പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ വെക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ. ഇതിൻ്റെ ഗം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഗമ്മാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു പറിച്ചൊക്കെ വേണം എടുക്കാൻ. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ റീഡർ. ഈ റീഡർ നമ്മൾ സ്കാനറിൻ്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലുന്ന സമയത്ത് റീഡർ സ്കാൻ ചെയ്ത് എടുത്തോളും എത്രയാണ് ഷുഗർ ലെവൽ എന്നുള്ളത്. പക്ഷേ പുതിയ സെൻസറാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ എടുക്കും കേട്ടോ നമ്മുടെ റീഡറിന് അത് സ്കാൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതാണ് റീഡർ നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ ചാർജ് തീരുന്നതിനനുസരിച്ച് ചാർജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഈ റീഡർ സ്കാനറിൻ്റെ അടുത്തോട്ട് കൊണ്ട് ചെന്നാൽ മതി. അപ്പോഴേക്കും സ്കാനർ റീഡ് ചെയ്തോളും. ഡോക്ടേഴ്സൊക്കെ ഇവിടെ തന്നെ കേട്ടോ റെക്കമെൻഡ് ചെയ്യണേ. ഏകദേശം അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് തന്നെ കിട്ടണേ. അതുപോലെ തന്നെ ഇത് എത്ര ദിവസത്തേക്ക് കഴിയും എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മോഡലിൽ എഴുതി കാണിക്കും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ വാല്യൂസ് ഒന്നും നമ്മൾ എവിടെ എഴുതിയൊന്നും വെക്കണ്ട കേട്ടോ. ഇതെല്ലാം ഈ റീഡറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ചെക്ക് ചെയ്ത ഡേറ്റ്, ടൈം, വാല്യൂ എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഒരു 60 ഡേയ്സ് എബോ വരെയുള്ളത് ഇതിനകത്ത് ഉണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ഗ്രാഫായിട്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് ഗ്ലൂക്കോസ് എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഒരു 15 ഡേയ്സ് ആണെങ്കിലും 30 ഡേയ്സോ 60 ഡേയ്സ് വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നാട്ടിൽ നമ്മൾ ഗ്ലൂക്കോമീറ്റർ സാധാരണയാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ഇതാണ് കേട്ടോ. കാരണം നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോണ സമയത്ത് നമ്മൾ ഈ റീഡർ ക്യാരി ചെയ്താൽ മതി. ഡോക്ടർക്ക് ഏകദേശം പേഷ്യൻറ്റിൻ്റെ 60 ഡേയ്സ് വരെയുള്ള എന്താ പറയുക ഷുഗറിലെ വേരിയേഷൻസ് ഒക്കെ ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്